മെയിൽ കാത്തീറ്ററൈസേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. സോ അതിനു മുന്നേ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ പേഷ്യൻസോട് എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്യും, എങ്ങനെയായിരിക്കും ആ പ്രൊസീജിയർ എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമ്മൾ പേഷ്യൻസിന് കൊടുക്കണം. സോ അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാവൂ. സോ ബിഫോർ സ്റ്റാർട്ടിങ് വൺ മോർ തിങ്, നമ്മൾ പ്രൈവസി എന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കൊടുത്തിരിക്കണം. അതിനുശേഷം നമുക്കിനി പ്രൊസീജിയറിലോട്ട്. ഇനി ക്ലീനിങ് ആണ്. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെറീലിയം അല്ലെങ്കിൽ ക്ലോർഹെക്സിഡിൻ ഹാൻഡ് സാനിറ്റൈസർ അതെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ നോൺ ഡോമിനൻറ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ പെനിസ് പിടിക്കുക. ഡോമിനൻറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. സോ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഫോർ സ്കിൻ ഉണ്ട്, നമ്മൾ ബാക്കിലോട്ട് ആക്കണം. എന്നിട്ട് ബാക്കിലോട്ട് ഫോർ സ്കിൻ ആക്കിയതിന് ശേഷം റൗണ്ട് മോഷനിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. റൗണ്ട് മോഷനിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഈ ഗോസ് പീസ് ഡിസ്കാർഡ് ചെയ്യണം. സോ അടുത്ത ഗോസ് പീസ് എടുക്കണം. വി ഹാവ് ടു ക്ലീൻ ദിസ് പോർഷൻ. ഇവിടെ നമ്മൾ റൗണ്ട് മോഷനിൽ ഈ പോർഷന് ക്ലീൻ ചെയ്യും. സോ അത് ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഗോസ് പീസ് എടുത്തിട്ട് വി ഹാവ് ടു ക്ലീൻ ദ ടെസ്റ്റിക്കുലർ റീജിയൻ. സോ വി ഹാവ് ടു ക്ലീൻ ദിസ് പോർഷൻസ്. നമ്മൾ യൂസ് ചെയ്ത ഗോസ് ഒരിക്കലും വീണ്ടും സെയിം പ്ലേസിലോട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. സോ അങ്ങനെ നോർമൽ ആയിട്ടുള്ള ക്ലീനിങ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി പ്രൊസീജിയറിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് സ്റ്റെറൈൽ ട്രോളി ഓപ്പൺ ചെയ്യണം. സോ ഞാനിത് ഹാഫ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. സോ ഞാൻ ഓൾറെഡി ഹാൻഡ് വാഷിങ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഇപ്പോൾ ക്ലീൻ ആണ്. സോ ഞാനിത് തുറക്കും. ഗ്ലൗസ് ഇടാം. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. സോ ഗ്ലൗസ് ഇടുന്നതാണ്. This is a sterile way we are wearing a gloves. So ഇനി നമ്മൾ ഇവിടേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കാത്തീറ്ററൈസേഷന് വേണ്ടിയിട്ട് ഏരിയ ക്ലീൻ ചെയ്യണം, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ക്ലോർഹെക്സിഡിനുണ്ട്. സോ നമ്മൾ ആ ഏരിയ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ പോകണം സ്റ്റെറൈൽ വായിൽ. ഓക്കെ, സോ അതിന് വേണ്ടി സ്പഞ്ച് ഹോൾഡർ വെച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു. So in the same way we are just going to clean over these portions. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യും. ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വട്ടം കൂടെ നമ്മൾ ക്ലീൻ ചെയ്യും. സോ അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. സോ രണ്ടാമത് again we are taking another pose and cleaning the same posture one more time. സോ ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്ത ഏരിയയിലോട്ട് വീണ്ടും നമ്മൾ ഒരിക്കലും നമ്മുടെ ഗോസ് പീസ് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. So last goes again we are taking and we are just going to clean. We are just going to touch this portion and going to wipe this portion. Thoroughly we are going to clean this portion again because this is the most important area. Okay, നമ്മൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കോഴ്സും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നതായിരിക്കും. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഫ്ലോറിലുള്ള ആൾക്കാർ നമുക്ക് ഇത് ഇട്ട് വന്നിട്ടുണ്ട് കാത്തീറ്റർ. നമ്മൾ മെയിൻലി അഡൽട്ടിന് യൂസ് ചെയ്യുന്നത് 14, 16, 18 ഒക്കെയാണ്. അപ്പോൾ ഈ നോർമൽ പേഷ്യൻറ്റ് ഞാൻ 14 ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ മെൻഷൻ ആയിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എത്ര വാട്ടറാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതും ഇവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട്, 30 ml. സോ നമ്മളെപ്പോഴും ഓർക്കണം, സ്റ്റെറൈൽ വാട്ടർ മാത്രമേ ബൾബ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവൂ. ഒരിക്കലും നോർമൽ സ്ഥലം യൂസ് ചെയ്യരുത്. സോ നമ്മൾ ഈ പ്രൊസീജിയറിന് മുന്നേ ഇവിടെ യൂറോ ബാഗുമായിട്ട് കണക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ഡു ദ പ്രൊസീജിയർ. സോ യൂറിൻ ഇതിൽ നമ്മൾ ബ്ലാഡറിൽ എത്തുന്ന സമയത്ത് ഇതിലൂടെ യൂറിൻ ഫില്ല് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ആസ് എ സ്റ്റെറൈൽ. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ ഹോൾ ഷീറ്റ് നമ്മളിവിടെ സ്പ്രെഡ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ഈ ഏരിയ സ്റ്റെറൈലായിട്ടാണ് ചെയ്യുന്നത്. സോ ഹോൾ ഷീറ്റ് നമ്മളിവിടെ സ്പ്രെഡ് ചെയ്തു. പിന്നെ എക്സ്ട്രാ ഒരു ഗോസ് നമ്മളെടുക്കും. ഗോസ് എടുത്തതിന് ശേഷം ഈ ഫോർ സ്കിൻ നമ്മൾ ഓൾറെഡി പുറകോട്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പുറകോട്ടാക്കി ഇങ്ങനെ പിടിക്കണം. സോ അതിനുശേഷം ഞാനിവിടെ ജെല്ലി എടുത്തിട്ടുണ്ട്. സോ ആ ജെല്ലി യൂസ് ചെയ്യുന്നത് ഇതാണ്. ഈ ജെല്ലി അൽഷോയുടെ ഇതാണ് ജെല്ലി. ഇത് ലിഗ്നോക്കിൻ ജെല്ലിയാണ്. വി ആർ യൂസിങ് ദിസ് ടു ഗെറ്റ് എ സെഡേഷൻസ്. ചെറുതായിട്ടൊരു അവർക്കൊരു പെയിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നത്. അത് സിറിഞ്ചിൽ നമ്മൾ എടുത്തിട്ട് അകത്തോട്ട് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കും.
സോ ജെല്ലി നമ്മൾ പുഷ് ചെയ്തു. ഇനി നമ്മളുടെ അടുത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 to 5 minutes വി ഹാവ് ടു വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജെല്ലിയുടെ ആക്ഷൻ അവിടെ വരാൻ വേണ്ടിയാണ്. നമ്മൾ ഇടുന്നതിന് മുന്നേ ഇട്ട ഉടനെ ആക്ഷൻ ഉണ്ടാവത്തില്ല. സോ നമ്മളൊരു 3 minute വെയിറ്റ് ചെയ്താൽ ആ ഏരിയയിൽ അവരുടെ പെയിൻ കുറയും. സോ അതിനുശേഷം നമ്മൾ ഈ കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്യണം. സോ നമ്മളിനി കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ സ്റ്റെറൈൽ വാക്യൂം ചെയ്തു. and we are going to insert this. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് പൊസിഷനിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് പേഷ്യൻറ്റിനോട് നമ്മൾ പറയണം ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലോലി ഇൻസേർട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തു. സോ ഇപ്പോൾ നോർമൽ പേഷ്യൻറ്റിന് ഇത് ഇൻസേർട്ട് ആകുന്ന സമയത്ത് നമുക്കിതിൽ യൂറിൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഡെമ്മി ആയതുകൊണ്ട് വരുന്നില്ല, ബട്ട് നമുക്കിതിൽ വരുന്നത് കാണാൻ പറ്റും. സോ അടുത്ത നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടെ 30 ml വെള്ളം വരെ നമുക്ക് ആഡ് ചെയ്യാമെന്നത്, സ്റ്റെറൈൽ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. സോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 20 ml ആണ്. സോ നമുക്കത് ഇൻസേർട്ട് ചെയ്യണം. സോ നമ്മളത് അടുത്താണ് ചെയ്യാൻ പോകുന്നത്. സോ സ്ലോലി നമ്മൾ ബൾബിലോട്ട് സോ നിങ്ങൾക്ക് കാണാൻ ഇതിൽ വെള്ളം പോകുന്നത് സ്റ്റെറൈൽ വാട്ടറാണിത്. സ്റ്റെറൈൽ വാട്ടർ ഇസ് ഗോയിങ് ഇൻസൈഡ്. സ്ലോലി ഇറ്റ് വിൽ ഗോ ഇൻസൈഡ്. ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തു. ഇതിന് ശേഷം നമ്മളിങ്ങനെ പുറകോട്ട് എടുക്കണം. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാഡറിൽ കറക്റ്റ് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പുൾ ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് കമ്മിങ്. സോ ദാറ്റ് ഈസ് മീൻസ് ദ ബൾബ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ കറക്റ്റ് പ്ലേസ്. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഇങ്ങനെ കീറിയെടുക്കണം. വി ഹാവ് ടു റിമൂവ് ദിസ്. In the same way we have to take out the skin to the normal positions. അതിനുശേഷം ഈ പോർഷൻ നമുക്ക് ഇവിടെ എപ്പോഴും പ്ലേസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ദ തിങ് ഈസ് വി ഹാവ് ടു ടേക്ക് ഔട്ട് ദിസ് യൂറോ ബാഗ് and have to place in the lower portion of the ബെഡ്, ബിക്കോസ് ബ്ലാഡറിൻ്റെ താഴെയായിട്ട് എപ്പോഴും കത്തീറ്റർ പ്ലേസ് ചെയ്യാവൂ. ആൻഡ് ഈവൻ ബാഗ് ഓൾസോ ഹാവ് ടു പ്ലേസ്ഡ് അണ്ടർ ദ ബെഡ് ഓർ ബട്ട് ഇറ്റ്സ് നോട്ട് ബി ഡൗൺ. ഒരിക്കലും നിലത്തിടാൻ പാടില്ല, ബട്ട് ഹാങ് ചെയ്തിടണം. അതും ബ്ലാഡർ ലെവലിന് താഴെയായിരിക്കും. I hope you understand everything. If you need more videos, you can comment me, so I can do that for you. And also, if you like, just press the like button. And also I'll show you how to remove the gloves after the procedure. This is a sterile glove and I've done a sterile procedure. Now it's contaminated and I wanted to remove it, and we have to be very careful while remove it. I'll show you how it will be. So ഈ പോർഷന് ഈ പോർഷൻ നമ്മൾ ഓൾറെഡി പുറത്ത് കാണുന്നതാണ്. സോ ഇപ്പോൾ ഈ ഏരിയ നമ്മൾ ഈ ഗ്ലൗസ് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ടച്ച് ദിസ് പോർഷൻ, കാരണം നമ്മുടെ സ്കിന്നുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. സോ നമ്മൾ ഇങ്ങനെ വേണം റിമൂവ് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ തന്നെ വലിച്ച് കംപ്ലീറ്റ്ലി ഊരി ഈ ഒരു ലെവലിൽ എത്തണം. സോ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഹാൻഡ് ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ട് വി ക്യാൻ റിമൂവ് ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്, ബിക്കോസ് പൗഡർ ഉണ്ടാവും, നമ്മുടെ സ്കിൻ ഇറിറ്റേഷന് ചാൻസസ് ഉണ്ട്. സോ വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ് thoroughly. This is the procedure we have to do after all the procedures. Thank you so much.